കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ കൊച്ചി വീണ്ടും ലഹരിമരുന്ന് മാഫിയയുടെ പിടിയിലാണെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇവന്റ് മാനേജ്മെന്റിന്റെയും DJ പാർട്ടികളുടെയും മറവിൽ നഗരത്തിലെ ഉന്നതർക്കിടയിൽ മയക്കുമരുന്ന് എത്തിക്കുന്ന സംഘത്തിലെ മുഖ്യകണ്ണി ഷാജി ഫെർണാണ്ടോ എന്ന ഷോൺ പിടിയിലായതോടെ കേരളത്തെ മുൾമുനയിൽ നിർത്തുന്ന വലിയൊരു മാഫിയ വലയത്തിന്റെ കഥയാണ് അനാവരണം ചെയ്യപ്പെട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷൻ കാളിരാജ് മഹേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം നഗരത്തിൽ സുരക്ഷാ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി ഷാഡോ പോലീസും ഡാൻസ് ഓഫ് ടീമും നടത്തിയ പരിശോധനയിലാണ് ഷോൺ ഉൾപ്പെടെ 8 പേർ പിടിയിലായത്. വെറുമൊരു മയക്കുമരുന്ന് വേട്ട എന്നതിലുപരി പിടിയിലായവരുടെ പശ്ചാത്തലം സമൂഹത്തെ ഞെട്ടിക്കുന്നതാണ്. ഒരു ഡോക്ടർ, അഭിഭാഷകൻ, ബിസിനസ്സുകാരൻ, യുവതികൾ എന്നിവരടങ്ങുന്ന സംഘമാണ് ഷോണിനോടൊപ്പം ഉണ്ടായിരുന്നത്. തിരുവനന്തപുരം ശംഖുമുഖം സ്വദേശി ഷാജി ഫെർണാണ്ടോ, ഇടപ്പള്ളിയിലെ റെസ്റ്റോറന്റ് ഉടമ ഓസ്റ്റിൻ ജോസ്, അഭിഭാഷകൻ രോഹിത് നായർ, ദന്ത ഡോക്ടർ ബെൻസി റാഹുത്തർ തുടങ്ങിയ 7 പേരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ്, കൊക്കൈൻ, മെത്താഫെറ്റമീൻ, എക്സ്റ്റസി പില്ലുകൾ തുടങ്ങിയ മാരക ലഹരി മരുന്നുകൾ കണ്ടെടുത്തിട്ടുണ്ട്. പിടിച്ചെടുത്ത അളവ് കുറവായതിനാൽ പ്രതികൾക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചെങ്കിലും അവരുടെ പിന്നിലെ വലിയ ശൃംഖലകളെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് പോലീസ്. കഴിഞ്ഞ വർഷം കൊച്ചിയിൽ വലിയ വാർത്തയായ ആഡംബര ക്രൂസായ നെഫർടിറ്റിയിലെ ലഹരി പാർട്ടിയിൽ നിന്നും കസ്റ്റംസിന്റെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെട്ടയാളാണ് ഷോൺ. അന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കപ്പലിൽ പരിശോധനയ്ക്കെത്തിയപ്പോൾ തന്ത്രപരമായി കടന്നുകളഞ്ഞ ഇയാൾ വീണ്ടും സമാനമായ രീതിയിൽ ലഹരി വിതരണത്തിന് നേതൃത്വം നൽകുകയായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച കൊച്ചിയിൽ നടന്ന മറ്റൊരു ക്രൂയിസ് പാർട്ടിക്ക് പിന്നിലും ഷോണിന്റെ കൈകൾ ഉണ്ടായിരുന്നുവെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കൊച്ചിയിലെ കടൽ യാത്രയും ആഡംബര കപ്പലുകളും ലഹരി മാഫിയയുടെ സുരക്ഷിത താവളങ്ങളായി മാറുന്നു എന്ന ഗൗരവകരമായ ചർച്ചയാണ് കസ്റ്റംസും പോലീസിനും ഇപ്പോൾ ഉള്ളത്. വിദേശങ്ങളിൽ നിന്ന് എത്തുന്ന ലഹരിമരുന്ന് ഇത്തരം പാർട്ടികളിൽ വൻ വിലയ്ക്ക് വിൽക്കപ്പെടുന്നു. ഷോണിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരത്തെ ശംഖുമുഖം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വലിയൊരു ലഹരി സ്വർണ്ണക്കടത്ത് മാഫിയയുടെ ചിത്രം വ്യക്തമാകുന്നു. ശംഖുമുഖത്തെ ഒരു സ്വകാര്യ ഹോട്ടൽ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഇത്തരം അവിശുദ്ധ ഇടപാടുകൾക്ക് ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുണ്ടെന്ന് ആരോപണവുമുണ്ട്. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ദുരൂഹതകളും ചെന്നെത്തിയത് ശംഖുമുഖത്തെ ഈ സംഘത്തിലേക്കായിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളായവർക്ക് ഈ സംഘവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഷോണിനെ പോലുള്ള വ്യക്തികൾ ഈ വലിയ സംഘത്തിന്റെ കണ്ണി മാത്രമാണെന്നും ഇവർക്ക് ലഭിക്കുന്ന രാഷ്ട്രീയ സംരക്ഷണം അന്വേഷണം തടസ്സപ്പെടുത്താൻ കാരണമാകുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പിടിച്ചെടുത്ത ലഹരി മരുന്നുകൾ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടവയല്ല, മറിച്ച് വിദേശത്ത് നിന്ന് കടത്തിക്കൊണ്ടുവന്നവയാണെന്നാണ് കസ്റ്റംസിന്റെ നിഗമനം. ഷോണിന് അന്താരാഷ്ട്ര ലഹരി മാഫിയുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ DJ പാർട്ടികൾ സംഘടിപ്പിക്കുകയും പാർട്ടികൾക്ക് ശേഷം മുറിയിലേക്ക് മാറി ലഹരി ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് ഇവരുടെ രീതി. ഈ സംഘത്തിന്റെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് കസ്റ്റംസ് വിശദമായ അന്വേഷണം നടത്തും. ചെറിയ അളവിൽ മരുന്ന് കൈവശം വെച്ച് പിടിക്കപ്പെട്ടാൽ എളുപ്പത്തിൽ പുറത്തിറങ്ങാമെന്ന നിയമത്തിന്റെ പഴുതുകൾ ഇവർ മുതലെടുക്കുന്നു. എന്നാൽ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളും ഫോൺ രേഖകളും പരിശോധിച്ചാൽ മാത്രമേ ഈ ലഹരി ശൃംഖലയുടെ ആഴം കണ്ടെത്താൻ സാധിക്കൂ. ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ പോലീസിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഈ പ്രതികളുടെ ഉന്നത ബന്ധങ്ങളാണ്. പ്രൊഫഷണൽസും ബിസിനസ്സുകാരും ഇത്തരം മാഫിയകളുടെ ഭാഗമാകുമ്പോൾ അത് സമൂഹത്തിൽ കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. ലഹരി മരുന്ന് വിതരണത്തിന് പുറമെ സ്വർണ്ണക്കടത്ത്, കൊട്ടേഷൻ തുടങ്ങിയ മേഖലകളിലേക്കും ഈ സംഘങ്ങളുടെ സ്വാധീനമുണ്ട്. കൊച്ചി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെങ്കിലും തിരുവനന്തപുരത്തെ മാഫിയ ബന്ധങ്ങൾ കൂടി പരിശോധിച്ചാൽ മാത്രമേ ഇതിനൊരു അന്ത്യമുണ്ടാകൂ. അന്വേഷണം ഉന്നതരിലേക്ക് എത്തുമ്പോൾ അത് പാതി വഴിയിൽ നിലയ്ക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കൊച്ചി നഗരം നേരിടുന്ന ലഹരി ഭീഷണി കേവലം ലഹരി ഉപയോഗത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അത് അധോലോക സംഘങ്ങളുടെയും അന്താരാഷ്ട്ര മാഫിയകളുടെയും വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഷോണിനെ പോലുള്ള കണ്ണികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനൊപ്പം അവർക്ക് പിന്നിലെ വമ്പൻ സ്രാവുകളെ കൂടി പിടികൂടേണ്ടത് കേരള സമൂഹത്തിന്റെ സുരക്ഷിതത്വത്തിന് അത്യന്താപേക്ഷിതമാണ്. ലഹരി വിരുദ്ധ സ്ക്വാഡുകളുടെയും കസ്റ്റംസിന്റെയും ഏകോപിതമായ നീക്കങ്ങൾക്ക് മാത്രമേ ഈ വിപത്തിനെ വേരോടെ പിഴുതെറിയാൻ സാധിക്കൂ. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകളും വെളിപ്പെടുത്തലുകളും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.